ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ കണ്ടാലോ? വിഷുവിന് മുന്നോടിയായിട്ടാണ് ഈ ക്ലീനിങ് ഞാൻ ചെയ്യുന്നത്. ഇന്നത്തേതെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുക്കും മൂലയും എല്ലായിടവും ഇതുപോലെ നല്ല പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പൊടിയൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ, നല്ല രീതിക്ക് പൊടികൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാസ്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാനൊരു ക്യാപ്പും കൂടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിഷുവിന് നമ്മൾ സൈഡായിരിക്കും കേട്ടോ. എനിക്ക് ഈ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊണ്ടവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പിന്നെ ഒരു മൂഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇട്ടത്. അപ്പോൾ മാറാലൊക്കെ അടിച്ച് നമ്മളിവിടെ വണ്ണാൻ വല എന്നാണ് കേട്ടോ പറയാറ്, മാറാലയ്ക്ക്. നിങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഞാനിതാ നമ്മൾ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് ഞാനിതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ലിക്വിഡിന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ പൊടികളും പോകും. നമ്മുടെ വീട് ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ജനലും അതുപോലെ എല്ലാ ഇതും നല്ല നീറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ, ഒരു ഫ്രഷ്നെസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതാ എല്ലായിടവും ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ. നല്ല ചൂടുണ്ട് ഗൈസ്, ചൂട് അങ്ങ് സഹിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ സോഫയുടെ ഭാഗത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പൊടികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാനിവിടെ തട്ടിയെടുക്കുകയാണ്. എനിക്ക് ഒരു ക്ലീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം ഒരൊന്നൊന്നര ക്ലീനിങ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഷോക്കേസിൽ എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു, ഒക്കെ ധൻഷു ബേബിയും നമ്മളൊക്കെ കൂടി ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതാ നമ്മളെ പ്രാർത്ഥന ഏരിയ, നമ്മൾ പ്രെയർ ഏരിയ ഒക്കെ ഒന്ന് നമ്മൾ തുടച്ച് നീറ്റാക്കി ഇടുന്നുണ്ട്. അതുപോലെ എല്ലാ ജനലും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇതാ നമ്മൾ കർട്ടൻ ഹാങ് ചെയ്തിടുന്ന അത് സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ നല്ല രീതിക്ക് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തുടച്ചെടുത്തു. പിന്നെ നേരെ നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിൻ്റെ അവിടെയൊക്കെയുള്ള വിൻഡോസ്, അതിന് പുറത്തൊക്കെയുള്ള വിൻഡോസൊക്കെ തുടച്ചെടുക്കുകയാണേ. പിന്നെ ആ വാളിൻ്റെ മേലെ അത്യാവശ്യം ചെറിയ രീതിക്കുള്ള അഴുക്കുകളുണ്ട്, അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. നമുക്ക് വലിയ ഹെവി അഴുക്കുകളൊന്നും ഇതിൽ പോകത്തില്ല, എന്നാലും ചെറിയ ചെറിയ ഇതൊക്കെ നമുക്ക് നല്ല നമ്മുടെ വിൻഡോയിൻ്റെ ഇതുപോലെയൊക്കെ ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, നല്ല നീറ്റായിരിക്കും, നല്ല കളർ വെക്കും കേട്ടോ. അതിപ്പം ജസ്റ്റ് നമ്മൾ വെള്ളത്തിലെടുത്ത് കുറച്ചൊരു തുള്ളി മാത്രമേ ഒറ്റിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് ഡോറും അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ നമ്മളെ ഡൈനിങ് ടേബിൾ അതിൻ്റെ ചെയറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വെറുതെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും തുറക്കാറുള്ളത്, പക്ഷേ ഈ ലിക്വിഡ് കിട്ടിയതിന് ശേഷം അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. ഇതാ എല്ലാ ചെയറും ഞാനിതുപോലെ വിഷു അല്ലേ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും, എങ്കിലും ഞാനത് ജസ്റ്റ് കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് ഇവിടെ, അതായത് ഇതുപോലെ തുണി റെയിലിൻ്റെ മേലെ കൊണ്ടിടുന്നത്. എത്ര എടുത്തുകൊണ്ടിട്ടാലും പിന്നെയും അവിടെ മാത്രമേ തുണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തങ്ങ് അയലിൻ്റെ മേലെ കൊണ്ടിട്ടു. പിന്നെ വാഷ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒട്ടുമിക്ക വീടുകളിലും ഈ റെയിലിൻ്റെ മേലെ എപ്പോഴും തുണി തന്നെയായിരിക്കും, പക്ഷേ എനിക്കത് കാണുമ്പോൾ എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അതെടുത്ത് കൊണ്ടിടും. പക്ഷേ പിന്നെയും ഇവിടെ എല്ലാവരും ഒരുപോലെ ഇരിക്കണമല്ലോ, നമ്മൾ ഒരാൾ മാത്രം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, എല്ലാവരും ഒരുപോലെ നിന്നാൽ മാത്രമേ വെച്ചെടുത്ത് നിൽക്കൂ. അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവണമെങ്കിൽ എല്ലാവരും ഒരുപോലെ ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ തന്നെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെറുതായി പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാകും. അതൊക്കെ ഞാനിവിടെ ഇതാ നീറ്റാക്കി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള കബോർഡൊക്കെ തുടച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഹസ്ബൻഡിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ചപ്പലാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ചപ്പലാണ്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയും സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്, എല്ലാ ഇതും തുടക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അത്രയും ലെങ്ത്തായി പോവും. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൻ്റെ സൈഡ് അതുപോലെ ഡോറ്, ഇവിടേക്ക് ഈ ഒരു വെള്ളപ്പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോറിന് നല്ലൊരു പെയിൻ്റ് അടിച്ചൊരു ഫീലിംഗ് കിട്ടും കേട്ടോ. അത് നല്ല നീറ്റായിട്ട് അത് തുടച്ചെടുക്കുമ്പോൾ അതിന് കളർ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകവും പുറവും ഒക്കെ ഞാനിതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിലത്തെ ഈ ഒരു ഭാഗമൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്, അവിടെയൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടാവും. അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാ നോർമലായിട്ടുള്ളൊരു ലിക്വിഡാണ് കേട്ടോ, എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്പ് തന്നെ. അപ്പോൾ ഇനി ഞാനിപ്പം എൻ്റെ തുടക്കാൻ ഫുള്ള് അകവും നമുക്ക് തുടക്കാൻ വേണ്ടി ആയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ തുടച്ചെടുക്കുന്നത് സിറ്റ് ഔട്ടാണ്, കാരണം ധനുഷുവിൻ്റെ വണ്ടികളൊക്കെ
അവിടെ പൊറുക്കി വെക്കാൻ വേണ്ടി. ഇത് തുടച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടികളൊക്കെ ഇവിടെ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അകമൊക്കെ തുടച്ചെടുക്കാമല്ലോ. ഇപ്പോൾ ഞാനൊരു 11:30 ആകുമ്പോഴാണ് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ടായത്. ഇപ്പോൾ ഇതാ ഒരു 1:30 സമയമായിട്ടുണ്ട്. ദൻഷുവിന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിലിടയ്ക്ക് ചോറ് കൊടുക്കാനാണ് വന്നില്ല. കൈയൊക്കെ വൃത്തിയായി കഴുകി. പിന്നെ അവന് ചോറ് കൊടുക്കാൻ ഞാനിത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ലേറ്റാകും. അപ്പോൾ അത്ര വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതാ ദൻഷു ബേബിക്ക് കഞ്ഞിയാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവന് കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ. കഞ്ഞിയും കായും ഉപ്പേരി എങ്ങാനാണ്. അപ്പോൾ കഞ്ഞി കുടിക്കുന്നതിൻ്റെ സമയത്ത് നൈസായിട്ട് അവൻ എനിക്ക് പണിയും തന്നിട്ടുണ്ട്. കാരണം ഗ്ലാസ്സിലുണ്ടായ വെള്ളം അവിടെ തട്ടി മറിച്ചു ഗൈസ്. അപ്പോൾ അത് ഞാനിത് തുടച്ചെടുക്കുകയാണ്. അത് ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് പറഞ്ഞപ്പോഴാണ് അവൻ കരഞ്ഞത് കേട്ടോ. അത് കരയുന്നതുണ്ടോ. അപ്പോൾ അതൊക്കെ സമാധാനിപ്പിച്ച് ഞാൻ വീണ്ടും കഞ്ഞി കൊടുക്കുകയാണ്. ചവക്ക് എന്നാണ് പറയുന്നത്. അവൻ ഒട്ടും ഭക്ഷണം എന്താ പറയുക കഴിക്കാൻ നല്ല മടിയാണ്. പിന്നെ നമ്മളെ വിളക്ക് ഇതൊക്കെ ഞാനിവിടെ തേച്ചെടുക്കാൻ വേണ്ടി പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. മൈദമാവൊക്കെ വെച്ചിട്ട് വിളക്ക് ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നല്ല ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ പൂജ ഐറ്റംസൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ അവിടെ കിടന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ ദൻഷു ബേബി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ അവനൊന്ന് ഉറക്കണം. അപ്പോൾ അതാ ഇതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അത്ര ഇനി. അപ്പോൾ അവനെയും കൂട്ടി ഞാൻ മേലത്തെ നിലയിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെയും ക്ലീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് താഴത്തെ ഫുള്ളായിട്ട് കഴിഞ്ഞില്ല. അതിലിടയ്ക്ക് ഞാൻ മേലെ ക്ലീൻ ചെയ്ത് ഞാൻ അവനെ ഇവിടെ ഉറക്കാലോ എന്നൊക്കെയുള്ള ഇതിലാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്നൊന്നും തീരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ എപ്പോഴും എടുത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ പൊടികളുണ്ടാവുമല്ലോ. എനിക്കങ്ങനെയാണ്. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പം ചെറിയ പൊടി പോലും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എൻ്റെ ക്രാഫ്റ്റ് ഞാൻ ബോട്ടിലൊക്കെ മുത്തപ്പൻ്റെ ഇമേജ് അതൊക്കെ വരച്ച് വെച്ചതാണ്. കംപ്ലീറ്റ് ആയില്ല കേട്ടോ. അതുപോലെ പഞ്ചവർണ്ണ തത്ത ഇതൊക്കെ മുന്നേ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ചാനലിൽ കിടപ്പുണ്ടേ. ഇത് ദൻഷു ബേബീനെ ഉറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പകുതി വഴിക്ക് പണികളൊക്കെ നടക്കി ദൻഷുവിനെ ഉറക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ അവന് മൂക്കിൽ പൊടിയൊക്കെ അടിച്ച് ചുമ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനിടയ്ക്ക് അവനൊന്ന് ഉറക്കാമെന്ന് കരുതി. അപ്പോൾ അവൻ നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഇതാ നമ്മുടെ ലിക്വിഡ്. ഇതാണ് നമ്മുടെ ലിക്വിഡ് കേട്ടോ. ഈ ലിക്വിഡിനെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ദൻഷു ബേബി അപ്പുറത്തെ റൂമിൽ ഉറങ്ങുന്നുണ്ട്. ആ റൂമിൽ കാര്യമായിട്ട് നമ്മൾ പൊടിയൊക്കെ അത്യാവശ്യം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനവിടെ കിടത്തിയ എല്ലാ ജനലും ഞാനവിടെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ അത്യാവശ്യം അതിനുള്ളിലോട്ടങ്ങ് പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ റൂമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ലാസ്റ്റ്. അപ്പം അങ്ങനെ നമ്മുടെ റൂം ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീലിങ്ങിൽ വണ്ണാവല ഉണ്ടല്ലോ, അതായത് മാറാല, അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അതിനെയൊക്കെ നൈസായിട്ട് എടുക്കുകയാണ്. അത് ഞാൻ കുറച്ചധികം പണിപ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചില സമയത്ത് പെട്ടെന്നൊക്കെ ചെയ്യുന്ന സമയത്ത് അത് സീലിങ്ങിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കുക. ജനലിൻ്റെ പൊടിയൊക്കെ തട്ടി. അതിന് ശേഷം എന്താ നേരെ ആകാശിൻ്റെ റൂമാണ് കേട്ടോ. ഇത് അനിയൻ്റെ റൂമാണ്. അവൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഹാള്, അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ദൻഷു അവിടെ ഉറങ്ങുന്നുണ്ട്. അവൻ്റെ മൂക്കിലേക്ക് പൊടി അടിക്കുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല കേട്ടോ. കാരണം അവനെ എവിടെയും എന്താ പറയുക ആക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാ താഴെ അവിടുത്തെ ജനലും എല്ലാം ഞാനിതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഈ സൗണ്ടൊക്കെ കേട്ട് ദൻഷു എണീക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നല്ല പൊടി ഉണ്ടാവും. പിന്നെ അവൻ എണീച്ച് കഴിഞ്ഞാൽ എൻ്റെ വയ്യാലെ നടന്നിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഫാൻ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. കാരണം അതൊരു പഴയ ഫാനാണ് കേട്ടോ. യൂസ് ചെയ്യാത്തതാണ്. അതിനവിടെ ഒരു ഭാഗത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ അടുത്ത ജനലും ഒക്കെ ഞാൻ തുടച്ചെടുത്തു. പിന്നെ നമ്മുടെ ഷെൽഫ്, അതുപോലെ ആ ഒരു കൊട്ട, അതൊക്കെ ക്ലീൻ ചെയ്തു. ഇത് ഞാൻ വരച്ചതാണ് അർദ്ധനാരീശ്വരൻ. അതവിടെ ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക മൊത്തം കുളമായിട്ടുണ്ടായിരുന്നു വരച്ചതൊക്കെ. പെയിൻ്റൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ അടുത്തത് അടിച്ചു വാരൽ പരിപാടിയാണ്. ഇതിനിടയിൽ എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കിയിടാനൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മടക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അതാ എല്ലാ റൂമും അടിച്ചു വാരി ഇനി അത് തുടച്ചെടുക്കണം. താഴെ ഭാഗം നമ്മൾ തുടച്ചില്ല കേട്ടോ. താഴത്തെ നില മേലത്തെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാമെന്ന് കരുതി. പിന്നെ ഞാനിതാ കട്ടിലിൻ്റെ അടിയിൽ ഇതുപോലെ അടിച്ചപ്പോഴാണ് ഒരുപാട് നാളായിട്ട് നമ്മൾ അന്വേഷിച്ചെടുക്കുന്ന ഒരു സാധനത്തെ കണ്ടു കിട്ടിയത്. ട്രിമ്മർ കേട്ടോ. ഈ ഒരു സാധനം കാണാനായിട്ട് കുറേ നമ്മൾ പരതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയും കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം കുറേ പരതി അന്നൊരു ദിവസം നമ്മളുണ്ടല്ലോ ഷെൽഫും
ഒക്കെ വലിച്ചിട്ട് എൻ്റെ തുണികളൊക്കെ ആകപ്പാടെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം കാണാനായിട്ട്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു അത് കിട്ടി എന്നുള്ളത്. കാരണം പുള്ളി ഇനി വേറെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ധനുഷൂട്ടനാണ് അത് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കട്ടിലിൻ്റെ സൈഡിൽ വെച്ചപ്പോൾ താഴെ പോയതായിരിക്കാം. അങ്ങനെ ഞാനിതാ മേലെയൊക്കെ അടിച്ചു വാരി ഇനി താഴത്തേക്ക് ഒന്ന് ഫുള്ളായിട്ട് അടിച്ചു വാരി ഇടാമെന്ന് കരുതിയിട്ട് അടിച്ചു വാരി എല്ലാം കൂട്ടി. പിന്നെ നമ്മൾ പേപ്പർ ഉണ്ടാവുമല്ലോ, ഒരുപാട് പേപ്പറും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആ ഒരു സഞ്ചിയിൽ പൊറുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാട്ടം മാത്രം അടിച്ചു വാരിയാൽ മതിയല്ലോ, ഈ പൊടികൾ മാത്രം അടിച്ചു വാരിയാൽ മതി. ഇവിടെ കാട്ടം കണ്ണൂർ ഭാഷയിൽ കാട്ടം എന്നൊക്കെ പറയാറ് കേട്ടോ പൊടിക്ക്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പൊടികളൊക്കെ അടിച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മളെ വെടിയാണിത്, വിഷുവിന് മുന്നത്തെ ക്ലീനിങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ വെടിസഞ്ചി അങ്ങോട്ടേക്കൊരു ഭാഗത്തേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഞാനിത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുള്ളായിട്ടുള്ള ക്ലീനിങ്. ധനുഷു ബേബീൻ്റെ ചെരുപ്പൊക്കെ ആ ഒരു വിൻഡോ ഒക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞല്ലോ നേരത്തെ തന്നെ. അപ്പോൾ ആ ചെരുപ്പുകളൊക്കെ അവിടെ നിരത്തി വെക്കുകയാണ്. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ചപ്പൽ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിച്ചടിച്ച് എല്ലാം കൂടെ അടുക്കളയിൽ എത്തിച്ചിട്ടുണ്ട് കാട്ടം പൊടികൾ. അപ്പോൾ ഇനി അടിച്ചു വാരലിപ്പോൾ ഏതാണ്ട് നമുക്ക് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതിലിടയ്ക്ക് ദാഹം തോന്നിയിട്ട് ഞാനിതാ ഒന്ന് സ്പ്രൈറ്റ് എടുത്ത് കുടിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കലാണ് കേട്ടോ, കാരണം അത്യാവശ്യം നല്ല ചൂടാണ് ഗൈസ്. ഇനി നമുക്ക് മേലെയും താഴെയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഫസ്റ്റ് ഞാൻ താഴത്താണ് തുടക്കുന്നത്. ഇതാ ഒരു ടേബിളിൻ്റെ അണ്ടറിൽ ഞാൻ ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്, എങ്കിൽ നമുക്ക് ആ കസേര അവിടെ പൊറുക്കി വെക്കാമല്ലോ. അതിനുവേണ്ടി ഞാനതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ എടുത്തേക്കുന്ന വീഡിയോ എല്ലാം തന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇതെന്താ ഇത്ര സ്പീഡിൽ ചെയ്യുന്നതെന്ന് തോന്നരുത് കേട്ടോ, കാരണം എല്ലാം നല്ല സ്പീഡ് കൂടിയിട്ടുണ്ട്. അതിലിടയ്ക്ക് എൻ്റെ കസിനും ആൻറ്റിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി ഞാൻ തുടക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഭാവത്തിൽ തുള്ളിച്ചാടി പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ അപ്പുറത്തെ റൂമിലിരുന്ന് ടി വി കാണുന്നുണ്ട്. ആ ഒരു ഏറെ ഞാൻ തുടച്ചിനില്ല, അവർ ഇറങ്ങിയിട്ടാകുമ്പോൾ തുടക്കാമെന്ന് കരുതി. അപ്പോൾ അവരോടൊന്നും സംസാരിക്കാൻ പോലുള്ളൊരു ഗ്യാപ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഇതൊക്കെ നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ തീർക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ താഴെയൊക്കെ തുടച്ച് ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. അത് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അതിനുശേഷം മേലോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയും അടിച്ചു വാരി ഒന്ന് നീറ്റാക്കി ഇടണമല്ലോ, നമ്മുടെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചു വാരി ഇടണം. എനിക്ക് ഈ ഒരു വലിയ കട്ടിൽ നീക്കണം എപ്പോഴും തോന്നും, പക്ഷേങ്കിൽ ഇത് നീക്കാൻ വേണ്ടി പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പം വല്ലപ്പോഴുമാണ് അതിൻ്റെ സൈഡിൽ അടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അത്യാവശ്യം പൊടികളുണ്ട്, പക്ഷെ എനിക്ക് നീക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ഗൈസ്. ഇനി നമ്മളിതാ നമ്മുടെ സൈഡ് ടേബിളൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ പൊടികളൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്, അതിനത് നീക്കി വെക്കുകയാണ് കേട്ടോ. ഈ കട്ടിലിൻ്റെ ബാക്ക് വശത്ത് അത്യാവശ്യം പൊടികൾ കിടപ്പുണ്ട്, പക്ഷെ അതെനിക്ക് നീക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒറ്റയ്ക്ക് നീക്കാൻ വേണ്ടി എനിക്ക് പറ്റത്തില്ല, നല്ല വെയിറ്റ് ഉള്ളതല്ലേ. അപ്പോൾ ഞാനിതാ അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം പൊടികൾ കുടുങ്ങി കിടപ്പുണ്ട്, പക്ഷെ ഞാനത് മാറ്റി വെച്ചിട്ട് എത്തിപ്പിടിക്കാവുന്നതൊക്കെ എത്തിപ്പിടിച്ചെടുത്തിട്ടുണ്ട്, എങ്കിലും കുറച്ചുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ആ സൈഡ് ടേബിളൊക്കെ എടുത്തു. നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമായി എന്ന് തോന്നുന്ന ചില സാധനങ്ങളുണ്ടാവില്ലേ നമുക്ക്. ഈ ഒരു ഫാൻ വാങ്ങിച്ചത് നമുക്ക് അങ്ങനത്തെ ഒരു അബദ്ധമാണ് കേട്ടോ. കാരണം ഇത് വാങ്ങിച്ചതിന് ശേഷം ഒരു 2 മാസം നല്ല വൃത്തിക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. 2 മാസം കൊണ്ട് തന്നെ അത് പണി മുടക്കിയിട്ടുണ്ടായിരുന്നു, അതായത് അത് കറങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ജോയിൻറ്റ്സ് ഇപ്പം ഇളകി വീണിട്ട് കണ്ടിട്ടില്ലേ, അത് തനിയെ അങ്ങോട്ടേക്ക് ഇളകിപ്പോയി. അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ഇതിന് പോളിക്യാബാണ് ഈ കമ്പനി വരുന്നത്, അതുകൊണ്ട് ഈ ഒരു കമ്പനി വാങ്ങിക്കുന്നവർ സൂക്ഷിച്ചും ഒക്കെ ഒന്ന് എടുക്കാം കേട്ടോ. വെറും 2 മാസമാണ് അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ചാരി വെച്ചൊക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ് പോളിക്യാബ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മിറർ, ആ ഒരു സെക്ഷൻ, ഷെൽഫ്, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. സൈഡിലൊക്കെ ചെറിയ പൊടികൾ എവിടെയൊക്കെ ഉണ്ടാവും, കാരണം ഇതൊക്കെ ഞാൻ അത്യാവശ്യം എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ്. എങ്കിലും ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് കയ്യെത്തിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാകത്തില്ല കേട്ടോ. താഴെ ചെയ്ത പോലെ തന്നെ എല്ലാ വിൻഡോസും നമ്മൾ ഇവിടെയും ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെയും ദാഹം വന്നു, വീണ്ടും വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡോറ്, ഇതിനൊന്നും ഒരു പൊടിയും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും തുടച്ച് കഴിഞ്ഞാൽ എനിക്കൊരാശ്വാസമാണ്, അതുകൊണ്ട് ഞാൻ തുടക്കുകയാണ് കേട്ടോ. ഇത് ധനുഷു ബേബി അതിലിടയ്ക്ക് എണീച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ച് സമയമായി എണീച്ചിട്ട്. അപ്പോൾ അവന് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അവനുള്ളപ്പോൾ ഒരു രസമാണ്, പക്ഷെ അവൻ്റെ മൂക്കിൽ പൊടി അടിക്കുമോ എന്നുള്ളത് പേടി, മാസ്ക് ഇടൂല കേട്ടോ. പിന്നെ ഞാനിത് അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടക്കുകയാണ്. ഇപ്പം ഞാൻ കാല് വെച്ച് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല,
അവിടെ മെഴുകിൻ്റെ ആ ഒരു ഇത് ഉറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ നഖം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കിയെടുത്തതാണ് കേട്ടോ. ഇല്ലെങ്കിൽ മെഴുക് നമ്മൾക്ക് ഇതിനെ കൊണ്ട് ഇളക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ കാലിൽ നഖം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചില സംഭവങ്ങൾ നമ്മളെ ഫ്ലോറിൽ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ അത് പോവത്തില്ല, അല്ലെ മോപ്പ് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഐഡിയ ആണ് കേട്ടോ കാലിലെ നഖം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബ്ലേഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ച് അത് ചിരണ്ടിക്കളയേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കാലിൽ നഖം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു എന്താ പറയുക നല്ല ഇതാണല്ലേ. അപ്പോൾ ഞാനിത് നേരെ ബാൽക്കണിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മയിലാണ് കേട്ടോ. അത് അൻഷു ബേബിക്ക് ഫാൻസി ഡ്രസ്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് അതിൻ്റെ സൈഡ് വശമൊക്കെ ഇളകി പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് അത് ആ ഒരു ഷേപ്പിലിരിക്കുന്നത്. ഇനി അതിനൊക്കെ ഒട്ടിച്ച് കറക്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഗ്ലിറ്റർ ഷീറ്റ്, അത് അൻഷു ഇവിടെയൊക്കെ പറിച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഫുള്ള് കറയായിരുന്നു. ഞാനത് പൊക്കാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പോന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ബ്ലേഡൊക്കെ എടുത്ത് ചിരണ്ടി വളരെ സമയം എടുത്തില്ല കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെയല്ല, അതിലും വൃത്തികേടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടായല്ലോ, ആ മയിലിനെ ഉണ്ടാക്കാൻ ഞാൻ ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവനെടുത്ത് ഫുള്ളായിട്ട് അതിൻ്റെ സ്റ്റിക്കർ പറിച്ച് അവിടെ ഒട്ടിച്ചു. പിന്നെ അത് ഫ്ലോറിൽ ഇപ്പോൾ ഒട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കറയും ഒക്കെ ആയിട്ട് കറുപ്പ് കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഇളക്കി. അപ്പോൾ ഞാനിത് എൻ്റെ റൂമും ഒക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല സെറ്റാക്കി മേലെ എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ ചവിട്ടുന്ന ഇതുണ്ടല്ലോ അത് ഇവിടെ ഒന്ന് പുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോന്നേക്കാം. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മുഖമൊക്കെ കണ്ടോ ഭയങ്കര ഒരു ക്ഷീണം വന്ന പോലെ ഉണ്ട്. അപ്പം ഞാനിതാ ഇനി നമ്മളെ വേസ്റ്റുകളൊക്കെ 2 സഞ്ചികളിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മേശയൊക്കെ നമ്മളോട് തുടച്ചാണ്, എന്നാലും നമ്മൾ അടിച്ചു വാരുമ്പം ചെറിയ പൊടി പാരിപ്പറ്റിയിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതി വീണ്ടും അടിച്ചൊക്കെ വാരിയതിന് ശേഷം അതൊന്ന് തുടച്ചെടുക്കുകയാണേ. അങ്ങനെ അടിയും തുടയൊക്കെ കഴിഞ്ഞ് നീറ്റായപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണിത്. അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണാനൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇപ്പം വൈകുന്നേരമായിട്ടുണ്ട്, 4:45 ആ ഒരു സമയം ആവാറായിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അതായത് നമ്മൾ 11:30 തുടങ്ങിയ ക്ലീനിങ് ആണ്. അത് മൊത്തത്തിൽ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ 4:30 ആ ഒരു 4:45 ആവാറായിട്ടുണ്ട് സമയം. അപ്പോൾ ഞാനിതാ മുറ്റടിക്കാൻ വേണ്ടി ഇനി മുറ്റമൊക്കെ അടിച്ച് ഇനി നമുക്ക് കുളിക്കൊക്കെ വേണം. അപ്പോൾ മുറ്റവും കൂടെ അടിച്ചതിന് ശേഷം കുളിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ വെടി ഓൾറെഡി കൊണ്ടുവന്നല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് വെടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്തെ ചപ്പുകൾ തന്നെ ആയിട്ടാണ് കാര്യമായിട്ട്. ഇവിടുത്തെ മുറ്റം അങ്ങനെ വലിയൊരു മുറ്റമല്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പക്ഷേ ചപ്പുകൾ അത്യാവശ്യം വീഴുന്നുണ്ട് കേട്ടോ. ഇലകൾ ചപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കണ്ണൂർ ഭാഷയിലൊക്കെ മിക്കയിടത്തും ഇലയ്ക്ക് ചപ്പ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ചിലവർ എൻ്റെ വീഡിയോ പുറത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്താണ് ഈ പറയുന്നതെന്നുള്ളത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മളിതാ എന്താ പറയുക ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ, പേപ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കടലാസ് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ വേർതിരിച്ച് വെക്കുന്നുണ്ട്, കുപ്പികൾ ഇതൊക്കെ വേർതിരിച്ച് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അൻഷുവിൻ്റെ മരുന്നൊക്കെയാണ്, അതൊക്കെ വേണ്ടാത്തതാണ്, അതൊക്കെ ഞാൻ മറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എല്ലാ ഇതും കഴിഞ്ഞ് ഞാനൊരു ക്ഷീണം തീരാൻ വേണ്ടി ഒരു ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്കും നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് കുളിച്ചാൽ മാത്രമേ സമാധാനം കിട്ടൂ. അപ്പോൾ അത് അതിലിടയ്ക്ക് ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ധൻഷുവിന് പഴം കൊടുക്കാമെന്ന് കരുതി. കാരണം അവനും നോക്കണമല്ലോ, അവനും വിശക്കുമല്ലോ. അപ്പോൾ ഞാൻ അവന് പഴമൊക്കെ കൊടുത്ത് വേഗം അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് എൻ്റെ കാര്യം നോക്കാമല്ലോ. ധൻഷുവിനോട് അവിടെ അലമ്പൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. കുളിച്ച് വന്നപ്പോഴത്തേക്ക് എന്താ വിളക്ക് അച്ഛൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അപ്പം അച്ഛൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി ചായ കുടിക്കണം എന്നുള്ളതാണ്. അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി നമ്മളത് കുടിക്കുക. കടി ബന്നാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണോ നിങ്ങളും ക്ലീൻ ചെയ്യുക എന്നുള്ളതൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.